പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജോഷുവ 3:5 തിരുവചനം പറയുന്നു, ആദ്യം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അവയെ നാം അത്രയ്ക്ക് ഗൗരവത്തിലെടുക്കാറില്ല എന്നതേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്ന വിദ്വേഷം, വെറുപ്പ്, അതുപോലെ വൈരാഗ്യം, സ്വാർത്ഥത, അഹങ്കാരം, നമ്മുടേതായ ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, ഇവയെല്ലാം നമ്മുടെ വിശുദ്ധിക്ക് തടസ്സങ്ങളായ ഘടകങ്ങളാണ്. ഹെബ്രായർ 12:14-15 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം പലരോടും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാര ചിന്തയും എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നാം അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെയാണ്. അപ്പോൾ വിദ്വേഷം നാം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നാം അശുദ്ധരായി മാറുകയാണ്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. വാശിയോ വൈരാഗ്യമോ പ്രതികാര ചിന്തയോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ആ വിദ്വേഷം നമ്മുടെ ഹൃദയത്തിലിരുന്ന് വളർന്ന് നമ്മെ അശുദ്ധരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും തിന്മകളെ മാറ്റി നിർത്തണം. പകരം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറച്ചാൽ, വചനമനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ഹൃദയം നിർമ്മലമായി മാറും. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് നമ്മുടെ അധരം സംസാരിക്കുന്നത്. ഇപ്പോൾ ഹൃദയത്തിൽ നല്ല ചിന്തകളാണ്, സത്ചിന്തകളാണെങ്കിൽ നല്ലത് നാം സംസാരിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദുശ്ചിന്തകളാണെങ്കിൽ നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും ദുഷ്ടത നിറഞ്ഞതായിരിക്കും. ഇന്ന് നമുക്കെല്ലാവർക്കും പല വിധത്തിലുള്ള ആകുലതകളാണുള്ളത്. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ എന്ന്. അവയോടൊപ്പം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും എന്ന് കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.